അഡ്വക്കേറ്റ് വിനോദ് മാത്യു, ചില സാങ്കേതിക തകരാറുകൾ മൂലം നേരത്തെ അങ്ങേക്ക് അത് തുടരാനായില്ല. ഞാൻ അങ്ങേക്ക് ഇപ്പം കുറച്ച് കൂടുതൽ സമയം തരാം, അങ്ങ് തുടർന്നോളൂ. തീർച്ചയായിട്ടും അതിനെ ശ്രീ ജയരാജ് പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് ഇത് കട്ടായി പോയത്. കുടുംബ പാരമ്പര്യത്തെ പറ്റി, മഹത്വത്തെ പറ്റി പറഞ്ഞു. സുനിത കേജ്രിവാളിനെ പറ്റി. സുനിത കേജ്രിവാൾ പാർട്ടിയിലോട്ടൊന്നും വന്നിട്ടില്ല. ആ സമയത്ത് പാർട്ടിയുടെ പരമോന്നത അധ്യക്ഷനായിട്ടുള്ള അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു യോഗം നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സന്ദേശം വന്ന പ്രോഗ്രാമിൽ വായിച്ചു എന്നല്ലാതെ അവർ അധികാരത്തിലേക്ക് വന്നിട്ടില്ല. അത് പോട്ടെ. പിന്നെ കുടുംബ മഹിമയുടെ കാര്യം, കുടുംബ മഹത്വത്തിന്റെ കാര്യം ശ്രീ ജയരാജ് പറയുമ്പോൾ ഇവിടുന്ന് ശ്രീ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയത് ആ കുടുംബത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടല്ലേ. അദ്ദേഹത്തിന്റെ പ്രഭാവം, അദ്ദേഹത്തിന്റെ പെഡിഗ്രി, അദ്ദേഹത്തിന്റെ ജനിതക ഘടനയുടെ സ്വത്താണ് പത്മജ എന്ന് പറഞ്ഞില്ലേ സ്വീകരിച്ചത്. ഈ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഓപ്പറേഷൻ ആന്റണി അനിൽ ആന്റണി പരിപാടി നടത്തി കൊണ്ടുപോയത്? അപ്പൊ ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല. ചുമ്മാ വന്നിരുന്നിട്ട് പിന്നെ എന്തൊക്കെയോ വാക്കുകൾ അദ്ദേഹം പറയണം. അനാർക്കിസം എന്ന് പറഞ്ഞാൽ അല്ലല്ല, ഇടയ്ക്ക് ഞാൻ കയറിയില്ലല്ലോ പ്ലീസ്. പിന്നെ അനാർക്കിസം എന്നിങ്ങനെ 3-4 തവണ പറഞ്ഞാൽ ബുദ്ധിജീവി പരിവേഷം കിട്ടുന്നതായിരിക്കും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ തന്നെ ഈ അനാർക്കിസത്തിന്റെ ഒരു ലക്ഷണം എന്താ അറിയാമോ? അനാർക്കിസ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിനാണ് ലക്ഷണമുള്ളത്. കാരണം അദ്ദേഹം 2 തവണ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു. INDIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്നാണ് ഞാൻ വായിക്കുക. അതിൽ എവിടെ എഴുതിയാലും അങ്ങനെ വായിക്കത്തുള്ളൂ. ഇപ്പൊ നാളെ ഇംഗ്ലീഷ് പത്രത്തിൽ INDIA എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്നല്ലേ വായിക്കുക. പിന്നെ അദ്ദേഹത്തിന് മാത്രമാണ് ഇന്ത്യ മുന്നണിയാവുന്നത്. അപ്പൊ അതാണ് അനാർക്കിസത്തിന്റെ ക്യാരക്ടർ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. പിന്നെ ഇപ്പം 1-2 കാര്യങ്ങൾ വേറെ എനിക്ക് പലരും പറഞ്ഞു അതിനെപ്പറ്റി. ശീഷ് മഹലിന്റെ കാര്യം പറഞ്ഞു. ശീഷ് മഹലിനെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ വസതി മോടി പിടിപ്പിച്ചതിനെ പറ്റി പറഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകണം കേട്ടോ. മാധ്യമപ്രവർത്തകരായിട്ടുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒന്നും പറയത്തില്ല. പക്ഷെ 45 കോടി രൂപ ചെലവഴിച്ചാണ് അത് പണി കഴിപ്പിച്ചത്, പുതുക്കി പണിത്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. ചുമ്മാ ഇത് ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്താൽ കിട്ടുമല്ലോ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ് 12 ലക്ഷത്തെ 2 കോടിയുടെ വാട്ടർ ഫീസർ വെച്ചേക്കും. പിന്നെ അത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അവിടെ സ്വർണത്തിന്റെ കപ്പൂസ് ഉണ്ടെന്നും അരവിന്ദ് കേജ്രിവാൾ ഊഞ്ഞാടാൻ വെള്ളിയുടെ പിന്നെ ഇതുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല. അത് തെളിയിക്കാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൊണ്ട് സഞ്ജയ് സിംഗ് പോയപ്പോൾ തടഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് വേണേൽ ചലഞ്ച് ചെയ്യാം. അതായത് അവിടെ ഒരു മിനി സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ വസതി എന്ന് പറഞ്ഞാൽ എന്തിനും അസംബന്ധമായി പറയും 4 പേർക്ക് ജീവിക്കാനുള്ള സ്ഥലമാണെന്നോ. മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓഡിറ്റോറിയം 200 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ഉണ്ട്. ഞാൻ യൂട്യൂബ് വീഡിയോ അയച്ചു തരാം. മറ്റൊന്ന് പറയുന്നത് ഇവന്റ് ഹാളുണ്ട്. മറ്റൊന്ന് മുഴുവൻ മന്ത്രിമാരുടെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളുണ്ട്. വിദേശ ഗസ്റ്റുകൾ വരുമ്പോൾ താമസിക്കാൻ ഏതാണ്ട് 10ഓളം ക്വാർട്ടേഴ്സ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ അതുപോലെ വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക കാർ പാർക്കിംഗ്, അങ്ങനെ വലിയൊരു സംവിധാനം. അതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം യൂട്യൂബിലുണ്ട്. ചുമ്മാ ഇടയ്ക്ക് വെച്ച് കാണണം. ഇതിനാണ് 45 കോടി രൂപയുടെ വർക്ക് സാങ്ഷൻ ചെയ്ത് ഇവരുടെ ലെഫ്റ്റനന്റ് ഗവർണറാണ്, അല്ലാതെ അരവിന്ദ് കേജ്രിവാൾ അല്ല. അതാണ് അതിനുള്ള മറുപടി. പിന്നെ 1-2 കാര്യം എനിക്ക് വളരെ സമയം കുറവാണല്ലോ. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഏതെങ്കിലും നിഷ്പക്ഷമായി മാധ്യമങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ 1-2 ഉദാഹരണം ശ്രീ കിഷോർ ചേട്ടനോട് പറയാം. എഴുതി വെച്ചിട്ട് വായിക്കാം. അതായത് കഴിഞ്ഞ 2020 ശേഷം 8 ലക്ഷം വോട്ടേഴ്സ് ആണ്. ഇത് ഫാക്ട് അല്ലേ? ഇത് മുമ്പിൽ നിൽക്കുന്ന പിന്നെ ഫിഗേഴ്സ് അല്ലേ? അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ടേ? ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അരവിന്ദ് കേജ്രിവാൾ തോറ്റു, ആം ആദ്മി തോറ്റു എന്ന് പറഞ്ഞ കള്ള വോട്ടുകൾ അവിടെ കൊണ്ടുവന്ന് ഇലക്ഷൻ കമ്മീഷൻ നോക്കുക എന്നുള്ളത്. ഞാൻ ആം ആദ്മിക്കാരനല്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്. ജനാധിപത്യ സംവിധാനം ഒരു രാജ്യത്ത് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഇലക്ഷൻ കമ്മീഷനും CBIയും ഇന്ത്യയും ഒക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ നില കേട്ടാൽ മതി. അതായത് 2020 ശേഷം 8 ലക്ഷം പുതിയ വോട്ടുകളാണ് അവിടേക്ക് വന്നത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ നമുക്ക് എടുക്കാം. കണക്ക് പ്രകാരം ഇങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ന്യൂഡൽഹിയില് 3,75,448 വോട്ടുകൾ കുറഞ്ഞു. അതായത് ടോട്ടൽ പോളിംഗ് ശതമാനത്തിൽ 27% കുറഞ്ഞു. അവിടെ 2020 അരവിന്ദ് കേജ്രിവാളിന്റെ ഭൂരിപക്ഷം 21,517 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയെടുത്താണ് ഇത്രയും വോട്ടുകൾ കുറഞ്ഞത്. അരവിന്ദ് കേജ്രിവാൾ തോറ്റത് എത്ര വോട്ടിനാ? അടുത്തത് നോക്കിക്കോളൂ. മുക്ക എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ അസംബ്ലി മണ്ഡലം 2020 ശേഷം അവിടെ വർധന ഉണ്ടായത്. അതായത് 31,779. 2020 AP-യുടെ അനിൽ ലക്ര എന്ന് പറയുന്ന ആൾ 19,158 ജയിച്ച സ്ഥലമാണ്. ഇന്ന് അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു. എത്ര? 10,000 കുറഞ്ഞു. ഇത് ഫാക്ട് അല്ലേ? അടുത്തത് ബാട്ട്ലി എന്ന് പറഞ്ഞ മണ്ഡലം 2020 ആം ആദ്മിയുടെ അജേഷ് യാദവ് 29,094 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അവിടെ ഇപ്പൊ BJP ആണ് 15,000 വോട്ടിന് ജയിച്ചത്. കഴിഞ്ഞ ഈ ലോക്സഭാ ഇലക്ഷൻ ശേഷം അവിടെ കൂടിയ വോട്ട് 5,684 വോട്ട് കൂടി. ഷാഹിദ്രി എന്ന് പറഞ്ഞ സ്ഥലം ലാസ്റ്റ് 7 മന്ത്സിൽ 7,387 വോട്ട് അവിടേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ടു. 2020 ആം ആദ്മിയുടെ ആൾ 5,294 വോട്ടിന് ജയിച്ച സ്ഥലത്ത് ഇന്ന് BJP 5,000 വോട്ട് ജയിച്ചിരിക്കുന്നു. ഇനിയും വികാസ്പുരി എപ്പോഴും ആം ആദ്മിക്കാർ ജയിക്കുന്ന മണ്ഡലമാണ്. അവിടെ
ഞാൻ പറഞ്ഞോട്ടെ, അവിടെ കൂടിയിരിക്കുന്നത് 61,745 വോട്ട് കൂടി. മഹീന്ദ്ര യാദവ് എന്ന് പറയുന്ന 2020 42,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് അദ്ദേഹം 12,876 വോട്ടിന് തോറ്റു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മണ്ഡലം നിങ്ങൾക്ക് ന്യൂഡൽഹി പോലെ ഒരു മണ്ഡലത്തിൽ 40,000 വോട്ടുകൾ എങ്ങനെ ലോക്സഭയിൽ കുറവ് വന്നു? അത് ആരെങ്കിലും പറയണ്ടേ? ഇത് പരാതികൾ കൊടുത്തിട്ടില്ല, ആര് പരാതി പരിഹരിക്കും? അങ്ങനെ കള്ളവോട്ടുകൾ നടത്തി ഈ പർവേസ് എന്ന് പറയുന്ന ന്യൂഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനോട് ജയിച്ച വ്യക്തിയുടെ ഫ്ളാറ്റ് അഡ്രസ്സിൽ 22 വോട്ടുകൾ പുതിയതായി ചേർക്കപ്പെട്ടു എന്ന് മാധ്യമങ്ങൾ, അതായത് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഇത് സത്യസന്ധമായി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇതിനെപ്പറ്റി ചർച്ചയില്ലല്ലോ. ഇത് ചർച്ചയില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു കാര്യം പറയാം. ഇന്നിപ്പം അദ്ദേഹം പറഞ്ഞു പഞ്ചാബിൽ നിന്നുള്ള MLA-മാർ, പഞ്ചാബിൽ നിന്നുള്ള മുഴുവൻ MLA-മാർ ഡൽഹിയിൽ മീറ്റിംഗ് കൂടി. ഞാൻ അത് കണ്ടിട്ടാണ് ഈ ചർച്ച കയറിയത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരിറങ്ങി വന്ന് പറഞ്ഞത്, ഇങ്ങനെ ഭരണത്തെ അട്ടിമറിക്കുന്ന, ഇലക്ഷൻ കമ്മീഷനെ വെച്ച് അട്ടിമറിക്കുന്ന, പോലീസിനെ വെച്ച് അട്ടിമറിക്കുന്ന സംവിധാനത്തിന് വഴങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അരവിന്ദ് കേജ്രിവാളിന്റെ കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ചുമ്മാ. പിന്നെ ഒരു കാര്യം പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയൊരു കാര്യം, ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ എനിക്ക് ഇവരുടെ ഞങ്ങളെ BJP-യുടെ B ടീം എന്നൊക്കെ വിളിച്ചോണ്ടിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം. അതായത് ഡൽഹിയില് BJP ജയിച്ചപ്പോ, അതായത് ആം ആദ്മി പാർട്ടി തോറ്റപ്പോ, ഡൽഹിയിലെ കോൺഗ്രസ് ഭവനിൽ ആഹ്ലാദവും ഡാൻസും ലഡുവിതറവും നടത്തി. എന്തിനു വേണ്ടിയാ? ആര് ജയിച്ചതാണ്? ഞങ്ങൾ തോറ്റവരാണ്, പക്ഷെ ആര് ജയിച്ചതിനാ? ഇവർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ശരിയാണ്, ഇവരെ തോപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ വന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെ വോട്ടാണ് എടുത്തത്. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകണം, കോൺഗ്രസ് ആഗ്രഹിച്ചോട്ടെ, ഞാനത് സമ്മതിക്കുന്നു, ഒരു തർക്കവുമില്ല, ശരിയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ BJP-യുടെ ജയത്തിൽ ആം ആദ്മി പാർട്ടി തോറ്റപ്പോൾ ലഡു വിതരണവും അതുപോലെ തന്നെ ഡാൻസും നടത്തിയ കോൺഗ്രസ് പാർട്ടി നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? നിങ്ങൾ ആരും മോശക്കാരാണെന്നോ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധരാണെന്നോ ഒന്നും ഞാൻ എവിടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസ് മുക്ത ഭാരതം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, കേജ്രിവാളും ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങൾ BJP-യുടെ ജയത്തിന് സന്തോഷിക്കാന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? അത് വിളിക്കാനുള്ള ഭാഷ എന്റെ വായി ഇപ്പോൾ വരുന്നില്ല. ഒരു സാധാരണ ചർച്ചയിലാണ് ഞാനത് പറഞ്ഞത്. അത്രമാത്രം വേദനയുണ്ട്. കാരണം ജനാധിപത്യത്തിൽ കോൺഗ്രസ് നിലനിൽക്കണം, ആം ആദ്മി നിലനിൽക്കണം, ഇവിടെ തൃണമൂൽ കോൺഗ്രസ് നിലനിൽക്കണം, CPM നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരൊക്കെ ഞങ്ങൾ. BJP-യുടെ സർവാധിപത്യം രാജ്യത്തൊട്ടാകെ വരുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കാൻ ഒരു സംവിധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഡാൻസും കുരവയും കൊട്ടും എന്ത് സന്ദേശം കൊടുക്കും? നിങ്ങൾക്കപ്പോ ഇത്രയേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, മോൻ ചത്താലും വേണ്ടില്ല മരുമോടെ കണ്ണുനീര് കണ്ടാൽ മതി ലൈനാണ് നിങ്ങൾ കാണിക്കുക. നിങ്ങൾ പഞ്ചാബിലും നിങ്ങൾ ഇനി എനിക്ക് സമയം പറഞ്ഞു ഒറ്റ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവരെപ്പോഴും പറയുന്നത് ഞങ്ങൾ ഇവരുടെ വോട്ട് പിടിച്ചു. കിഷോർജിക്ക് ചരിത്രം അറിയാം, രാഷ്ട്രീയ ചരിത്രം അറിയാമല്ലോ. തമിഴ്നാട്ടിൽ 67 ശേഷം ഇവർക്ക് MLA-മാരും MP-മാരും ഇല്ലാതെ പോയത് ആം ആദ്മി അങ്ങോട്ട് ചെന്നിട്ടാണോ? ഇവർക്ക് മഹാരാഷ്ട്രയിൽ നമുക്കറിയാം ശിവസേന 90 വരുന്നത് വരെ ഇവർക്ക് 3-2 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഇപ്പൊ 14 MLA-മാരുള്ളത്. ഞങ്ങൾ അവിടേക്ക് പോയിട്ടാണോ? ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൽ, ബംഗാളിൽ ഈ പാർട്ടി ഇല്ലാതെ പോയത് ഞങ്ങൾ കടന്നു ചെന്നിട്ടാണോ? അല്ലല്ലോ. ഞങ്ങൾ ആകെ കടന്നു ചെന്ന് ഇവരുടെ വോട്ട് പിടിച്ചു എന്ന് പറയുന്നത് ഗുജറാത്തിൽ 13% വോട്ടറെ ഞങ്ങൾ 5 MLA-മാരല്ലേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഇവരുടെ സംഘടനാ ദൗർബല്യം കൊണ്ട്, ഇവരുടെ ഈഗോ കൊണ്ട്, ഇവരുടെ നേതാക്കന്മാരെ തമ്മിലടി കൊണ്ട്, പാരവെപ്പുണ്ട്. കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ CPM-ന്റെ ഭരണം, രണ്ടാമത്തെ ഭരണം കഴിഞ്ഞ് മൂന്നാമത്തെ ഭരണത്തിലേക്ക് പോകാൻ പാടില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരുടെ പ്രശ്നം അധികാരമോഹമാണ്. ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനാധിപത്യമൊന്നുമില്ല. ഇവർക്ക് സ്വന്തം പോക്കറ്റ് വീർപ്പിച്ച് ജീവിക്കുന്ന പരാന്റെ ഭോജികളായി കോൺഗ്രസ്സുകാർ മാറി എന്നുള്ളതിന്റെ തെളിവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി.